evening, our Christmas celebration. I invite my friend here, Abel,
together, we want to start this tonight in a different way. We want to start with our audience because we know that you're more important than all of us out here. Because without you, this wouldn't be possible. So we want to start with our audience today. We want to know what your favorite is. What are your Christmas favorites? We're going to come around, Abel and I, and we're going to go around and ask you, what are your favorite Christmas songs? What are some of the Christmas traditions that you do? So as we come around, we just want to bring the mic to you and we want to know, what's one of your Christmas favorite songs? What's something that you do as a family? Where do you go? What's so special? Okay? ഇനി പുള്ളി പറഞ്ഞത് ആർക്കും മനസ്സിലായില്ലെങ്കിൽ അതിനാണ് ഞാനുള്ളത്. ഓക്കെ, ഞാനാണ് ട്രാൻസ്ലേറ്റർ. അതായത് ഗൾഫിൽ ജനിച്ചത് കൊണ്ട് എൻ്റെ മലയാളം കുറച്ച് പ്രോബ്ലമാണ് എന്ന് ഞാൻ പറയുമെന്ന് നിങ്ങൾ ഒരിക്കലും ഓർക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എന്താണ് ഇവിടുത്തെ ക്രിസ്തുമസ്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ, ക്രിസ്തുമസ് ആഘോഷങ്ങൾ, എന്താണ് നമ്മുടെ ഫേവറേറ്റ് കാര്യങ്ങൾ ചെയ്യാൻ? അതായത് ക്രിസ്മസ് ടൈമിൽ നമ്മുടെ പാട്ടുകൾ, നമ്മുടെ ഗാനങ്ങൾ, നമ്മുടെ ഡാൻസുകൾ, നമ്മുടെ ക്വയറുകൾ, നമ്മുടെ പള്ളി പരിപാടികൾ, എന്താണ് നമുക്ക് ഇഷ്ടമുള്ളത്? അതായത് ഏറ്റവും നമ്മുടെ പ്രിയപ്പെട്ട മലയാളം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ എന്താണ് നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ ഉള്ളത്? പിന്നെ വേറൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, ഇപ്പോൾ ഫുൾ ക്രൗഡ് നമുക്കുണ്ട്. എല്ലാവരും ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുക, ആരും എങ്ങോട്ട് പോകരുത്. ഈ ക്രൗഡ് ഇതുപോലെ നമുക്ക് വേണം, കയ്യടികൾ നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുവാണ്. നമ്മൾ തുടങ്ങുന്ന ചോദ്യം ഇതാണ്: എന്താണ് നമ്മുടെ ക്രിസ്മസ് സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? ഞാൻ തുടങ്ങുന്നത് നമ്മുടെ വേൾഡ് ഫേമസ്, ലോക പ്രശസ്തനായ നമ്മുടെ മിസ്റ്റർ ജെയിംസിന്റെ ചോദിക്കാം. മിസ്റ്റർ ജെയിംസ് പറയൂ, എന്താണ് നിങ്ങൾക്ക് ക്രിസ്മസ് സമയത്ത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? പാടുന്നതാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ പാടുന്നതാണ് മിസ്റ്റർ ജെയിംസിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഓക്കെ, താങ്ക് യു മിസ്റ്റർ ജെയിംസ്. ഞാൻ വളരെ അലുത്ത് പോയിരിക്കുന്നു. അടുത്ത ചോദ്യം നമ്മുടെ ഏറ്റവും ഫേമസ് നമ്മുടെ പള്ളിയിൽ അച്ഛനെടുത്താണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്: എന്താണ് അച്ഛൻ ഏറ്റവും ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അച്ഛന്റെ ഏറ്റവും ഫേവറേറ്റ് മനസ്സിലേക്ക് വരുന്ന കാര്യം? അതാണ് വെക്കേഷന് വീട്ടിൽ പോവുക. അതാണ് എനിക്കും ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ 2 ആഴ്ച സ്കൂളിൽ നിന്ന് ഓഫ് കിട്ടും, അപ്പൊ കിടന്ന് ഉറങ്ങാം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ നമ്മൾ കടന്നു പോകുന്നു. അടുത്ത ഷാരൻ ചേച്ചിക്ക് ഞാൻ വിട്ടുകൊടുക്കുവാണ്. ഷാരൻ ചേച്ചി ചോദിക്കൂ. And my favorite, Joe Uncle, can you tell me what's your favorite? കള്ളുകുടി. കറക്റ്റ് ആൻസർ. വൈനൊക്കെ നമ്മൾക്ക് 50% 25% ഓഫ് ആണ് ഈ സമയത്ത്. അപ്പോൾ അങ്കിളിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കള്ളുകുടിയാണ്. വെരി ഗുഡ്. നമ്മുടെ ജോയ് കുറ്റിയായ അങ്കിൾ, വൺ ഓഫ് മൈ ഫേവറേറ്റ് ഗൈസ് ഇൻ ദ പ്ലേസ്. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചേട്ടൻ എന്ന് പറയാം. ഇതാണ് ജോയ് കുറ്റിയാനി ചേട്ടൻ. ഞാൻ ചോദിക്കുന്നു, ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? ക്രിസ്മസ് കരോൾ ആണ്. നമുക്ക് വളരെ വിവിധമായ പരിപാടികൾ ഇന്ന് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നു. ക്രിസ്മസ് കരോൾ, ക്രിസ്മസ് പാട്ടുകൾ, ക്രിസ്മസ് ഡാൻസുകൾ എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ ചോദ്യം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആർക്കാണ്, എന്താണ്, എവിടെയാണ്, എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്? I want to hear from the children. What do you like about Christmas? Hanging out with my friends. Hanging out with our friends. How about you? Opening up presents. Presents. What can we do Christmas without presents? Right, definitely. ഇവിടെ ലളിതമായിരിക്കുന്ന ഒരു ചേട്ടൻ. ഞാൻ ചോദിക്കട്ടെ, ചേട്ടന് ക്രിസ്മസിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? കേരള സമാജം ക്രിസ്മസ് പ്രോഗ്രാം. ചേട്ടൻ ആരെങ്കിലും 2 പോയിന്റ് കൊടുത്തു. ഈ ആൻസർ പറഞ്ഞതിന് ചേട്ടൻ 2 പോയിന്റ് കൊടുത്തിരിക്കുന്നു. അടുത്ത ആരെന്താണ് ചോദിക്കുന്നത്? നമ്മുടെ ഏറ്റവും വലിയ ഡൊണേഷൻ ജെയ്സൺ നടകലിന്റെ ഫാദർ ഇവിടെ ഇരിക്കുന്നു. ജെയ്സൺ നടകലിന്റെ ഫാദറിന്റെ ഞാൻ ചോദിക്കട്ടെ, ചേട്ടാ എന്താണ് ഏറ്റവും ഇഷ്ടമുള്ളത് ക്രിസ്മസ് സമയത്ത്? മിഡ് നൈറ്റ് മാസിന് പോകുന്നതും ക്രിസ്മസ് കേക്ക്. മിഡ് നൈറ്റ് മാസ് ന്യൂ ഇയേഴ്സിനല്ലേ ചേട്ടാ? മിഡ് നൈറ്റ് മാസ് ആണോ അതെയോ? അല്ല, നാട്ടിലൊക്കെ മിഡ് നൈറ്റ് ആണല്ലോ, ഇവിടെയെല്ലാം. താങ്ക് യു വെരി മച്ച്. നമ്മൾ അടുത്ത ആൻസർ കേട്ടിരിക്കുന്നു. നമ്മൾ ചോദ്യം കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു. നമ്മൾ ഓർമ്മകളുടെ ഒരു എന്താ പറയാ, ഓർമ്മകളുടെ ആരെങ്കിലും ഒരു വാക്ക് തരൂ. ഓർമ്മകളിലൊരു വ്യക്തിനോട്ടം എന്നാണ് ഇവർ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
ആരെങ്കിലും ഈ ചേട്ടൻ വളരെ ലളിതമായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചേട്ടനോട് ചോദിക്കാം, ചേട്ടന് ക്രിസ്മസിൽ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്താണ്? പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്നത് നല്ല ഇഷ്ടമാണ്. പുൽക്കൂട് തിന്നാൻ ഇഷ്ടമാണത്. ഓ ഈ ചേട്ടൻ എന്താണ് ഇങ്ങനെ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉത്തരം പറയാൻ ഇങ്ങനെ പ്രലോഭനം ഉള്ളിൽ നിന്ന് കടന്നു വരുന്നുണ്ടോ? ഉള്ളിൽ നിന്ന് കടന്നു വരുന്നുണ്ടെങ്കിൽ പറയാം. I want to hear from an ammachi. I would like to hear from our ammachis out there. ഒരു അമ്മച്ചി ഇവിടെ എവിടെയോ ഉണ്ട്. ഈ അമ്മച്ചിയുടെ നമ്മൾ ചോദിക്കാം, അമ്മച്ചി എന്താണ് അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ ക്രിസ്തുമസ് സമയത്തിൽ അമ്മച്ചിയുടെ ഏറ്റവും ഫേവറേറ്റ് കാര്യം എന്താണ്? എൻ്റെ ഫേവറേറ്റ് എന്നും രാവിലെ പള്ളിയിൽ പോകണം. എൻ്റെ മക്കളും കൊച്ചുമക്കളും എല്ലാം ചുമന്നതും പച്ച ഉടുപ്പിട്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പള്ളിയിൽ പോകുന്നത്. മനോഹരമായ പാട്ടുകൾ കേൾക്കാൻ എന്ത് ഇഷ്ടമാണെന്നറിയാമോ? ആഹാ, അപ്പൊ അമ്മച്ചിക്ക് പള്ളി പോവുക, പാട്ടുകൾ കേൾക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇഷ്ടം. അമ്മച്ചിക്ക് പറ്റിയ ഒരു പരിപാടി ഞങ്ങളുടെ കയ്യിൽ ഒരു പ്ലാൻ ആയിട്ടുണ്ട്. അമ്മച്ചി എന്നെ ഇവിടെ വരുവാണെങ്കിൽ എന്റെ കൈ പിടിക്കൂ, സ്തോത്രം, എണ്ണേക്കൂ. ഓക്കെ, വരൂ, നമുക്ക് ഒരുമിച്ച് നമുക്കൊരു പരിപാടി, പള്ളിയിൽ പരിപാടി കാണാൻ പോകാൻ. അമ്മച്ചിക്ക് ഇവിടെ നമ്മളൊരു സീറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു അടിപൊളി പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അമ്മച്ചിക്ക് വേണ്ടി. പള്ളിയുണ്ട്, കാരളിംഗ് ഉണ്ട്, പച്ച ഉടുപ്പിട്ട് നിൽക്കുന്ന ചെറിയ ചെറിയ കുട്ടികളുണ്ട്. ഒരു അടിപൊളി പരിപാടി തന്നെ അമ്മച്ചിക്ക് വേണ്ടി ഞങ്ങൾ ഇതാ പ്രസന്റ് ചെയ്യുന്നു. Oh, little town of Bethlehem, how still we see thee lie. Above thy deep and dreamless sleep, the silent stars go by. In thy
your sin.